അങ്കമാലിയിൽ പെൺകുട്ടി ജനിച്ചതിന്റെ പേരിൽ യുവതിയെ മർദ്ദിച്ചതിൽ ഭർത്താവിനെതിരെ കേസ്. പെൺകുഞ്ഞുണ്ടായത് യുവതിയുടെ കുറ്റം കൊണ്ടാണെന്ന് ഭർത്താവ് പറഞ്ഞതായി എഫ്ഐആർ. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള ദേശീയപാത നിർമ്മാണം. കൊടുങ്ങല്ലൂരിൽ വഴിതെറ്റിയ യാത്രാ സംഘം നിർമ്മാണത്തിലിരിക്കുന്ന ഓവർ ബ്രിഡ്ജിൽ കയറി കുടുങ്ങി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. അങ്കമാലിയിൽ പെൺകുട്ടി ജനിച്ചതിന്റെ പേരിൽ യുവതിയെ മർദ്ദിച്ചതിൽ ഭർത്താവിനെതിരെ കേസ്. പെൺകുഞ്ഞുണ്ടായത് യുവതിയുടെ കുറ്റം കൊണ്ടാണെന്ന് ഭർത്താവ് പറഞ്ഞതായി എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടി. അങ്കമാലിയിൽ പെൺകുഞ്ഞിനെ പ്രസവിച്ചതിന് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് ഭർത്താവ്. പെൺകുഞ്ഞുണ്ടായത് ഭാര്യയുടെ കുറ്റം കൊണ്ടാണെന്ന് ഭർത്താവ് പറഞ്ഞതായി എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു. 29 വയസ്സുകാരിയായ യുവതിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. 2020 ഇവരുടെ വിവാഹം. 2021 ഇവർക്ക് പെൺകുഞ്ഞ് ജനിക്കുന്നത്. ഇതിന്റെ പേരിലാണ് 4 വർഷത്തോളം ഭർത്താവ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നത്. ഇക്കാര്യങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ലെന്ന വിവരമാണ് പുറത്തുവരുന്നത്. 4 വർഷത്തോളം മർദ്ദനം തുടർന്നു. പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മർദ്ദനം. യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെ ആശുപത്രി അധികൃതർക്ക് തോന്നിയ സംശയത്തിനൊടുവിലാണ് കാര്യം വ്യക്തമായത്. പോലീസിൽ വിവരമറിയിച്ചു. ഗാർഹിക പീഡനമെന്നാണ് ആദ്യം പോലീസ് കരുതിയത്. എന്നാൽ യുവതി തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ വ്യക്തമാക്കി. പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പേരിലാണ് ക്രൂരമർദ്ദനം നേരിട്ടതെന്ന് യുവതി വെളിപ്പെടുത്തി. ഇയാൾക്കെതിരെ അങ്കമാലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മീഡിയ ടൈം, അങ്കമാലി. കൊടുങ്ങല്ലൂരിൽ വഴിതെറ്റിയ യാത്രാ സംഘം നിർമ്മാണത്തിലിരിക്കുന്ന ഓവർ ബ്രിഡ്ജിൽ കയറി. വഴുതിമാറിയത് വൻ അപകടം. പാലത്തിലെ വിടവിൽ ടയർ കുടുങ്ങിയതിനെ തുടർന്ന് കാർ മുന്നോട്ടെടുക്കാൻ കഴിയാത്ത നിലയിലായി. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള ദേശീയപാത നിർമ്മാണം വാഹനയാത്രികർക്ക് ഭീഷണിയാവുകയാണ്. ദേശീയപാത 66 ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. എറണാകുളത്ത് നിന്നും ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് വലിയ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. വഴിതെറ്റി നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസ് റോഡിൽ കയറിയ കാർ ചന്തപ്പുര ഭാഗത്തേക്കുള്ള ഓവർ ബ്രിഡ്ജിൽ കയറുകയായിരുന്നു. പാലത്തിലെ വിടവിൽ ടയർ കുടുങ്ങിയതിനെ തുടർന്ന് കാർ മുന്നോട്ടെടുക്കാൻ കഴിയാത്ത നിലയിലായി. നിർമ്മാണം പൂർത്തിയാകാത്ത ഓവർ ബ്രിഡ്ജിലൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ കാർ താഴേക്ക് നിലം പതിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ കാർ തിരിച്ചിറക്കി യാത്ര തുടർന്നു. ദിശാ ബോർഡുകളോ മുന്നറിയിപ്പോ ഇല്ലാതിരുന്നതാണ് കാർ യാത്രക്കാരെ അപകടത്തിന്റെ മുന്നിൽ കൊണ്ടു ചെന്നെത്തിച്ചത്. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള ദേശീയപാത നിർമ്മാണം വാഹനയാത്രികർക്ക് ഭീഷണിയാകുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വിലയിരുത്തൽ. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇത് പ്രകാരം 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇവിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് വരെ സാധ്യതയുണ്ട്. ഇടുക്കി, എറണാകുളം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വിലയിരുത്തൽ. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. അതേസമയം മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. യെല്ലോ അലർട്ട് പ്രവചിച്ച ജില്ലകളിൽ 115 മില്ലിമീറ്റർ വരെ മഴയാണ് ലഭിക്കുക. ഓറഞ്ച് അലർട്ട് പ്രവചിച്ച ജില്ലകളിൽ 204.4 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. മീഡിയ ടൈം, കൊച്ചി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കവർന്നു. തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ 4 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിലാണ്. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്.
ക്ഷേത്രത്തിനകത്തുള്ള 3 ഭണ്ഡാരങ്ങളും പുറത്തുള്ള ഒരു ഭണ്ഡാരവുമാണ് കുത്തി തുറന്നിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തീരമേഖലയിൽ ഭണ്ഡാര കവർച്ച തുടർക്കഥയായി മാറുകയാണ്. കുഴൂർ തുമ്പരശ്ശേരിയിലെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിച്ചു. ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷന്മാർ പോളിക്കണ്ണുകാടൻ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തന്റെ വിശ്വാസം വഴി അഴിച്ചു കടന്നു. നരകീയ സർപ്പത്തിന്റെ തകർത്തവളും അസാധ്യതകളെ സാധ്യമാക്കുന്നവളുമായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം വഴി ഞങ്ങൾ നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ ദൈവവുമായി ഒന്നു ചേരുന്ന ഞങ്ങളെ അകറ്റുന്ന ജീവിത കുരുക്കുകളെ അങ്ങയുടെ തിരുക്കുമാന്റെ പീഡാനുഭവ കുരിശുമരണ ഉദ്ധാനത്തിന്റെ യോഗ്യതയാൽ അഴിച്ചു മാറ്റണമേ. പ്രസിദ്ധേന്തി വാഴ്ച, കൂടുതുറക്കൽ ശുശ്രൂഷ, പ്രദക്ഷിണം, ആഘോഷമായ വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന, ഊട്ടുനേർച്ച എന്നിവ നടന്നു. രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ വികസന പ്രവർത്തനങ്ങൾക്ക് മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വരന്തരപ്പിള്ളി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രാൽത്തറയിൽ ചേർന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കോർപ്പറേഷൻ മേയർ വ്യക്തിപരമായി നല്ലയാളാണ്. അദ്ദേഹം ഇപ്പോൾ അടിമച്ചങ്ങലയിലാണ്. കോർപ്പറേഷനിലെ പല കാര്യങ്ങളും പ്രതിപക്ഷ ജനപ്രതിനിധികൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു ഭരിക്കുന്ന പാർട്ടി രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ജനതയെ തളർത്തുകയാണ് ചെയ്യുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് രാജ്കുമാർ കൊടുന്തയിൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, കർഷക മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീവൻ അമ്പാടത്ത്, മണ്ഡലം പ്രസിഡന്റ് KS സന്ദീപ് എന്നിവർ സംസാരിച്ചു. അച്ഛനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയായ മകൻ റിമാൻഡിലേക്ക്. മേത്തല ഈസ്റ്റ് അരക്കുളം സ്വദേശിയായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ വിനേഷ് കുമാർ എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനേഷ് കുമാർ ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത 2 കേസുകളിലും അശ്രദ്ധമായി മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച ഒരു കേസിലും പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO അരുൺ BK, SIമാരായ മനു തോമസ്, GS CPO ധനേഷ് PS, രാഹുൽ രാഘവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് മേലടൂർ സൗഹൃദ വയോജന ക്ലബിന്റെയും ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര നിർണയ ക്യാമ്പ് നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഐവിഷൻ ചാലക്കുടി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാധാരമണൻ, ക്ലബ്ബ് സെക്രട്ടറി MC പോൾ, ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി PK ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. മാള കോട്ടയ്ക്കൽ സെന്റ് തെരാസസ് ആശ്രമ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ ഫാദർ അഖിൽ നെല്ലിശ്ശേരിയുടെ നേതൃത്വത്തിൽ ദിവ്യബലി നടന്നു. ഫാദർ ടോണി ചെങ്ങോട്ടുതറയുടെ നേതൃത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ ഫാദർ രഞ്ജു തെക്കിനിയത്ത് സഹകാർമ്മികനായിരുന്നു. ഫാദർ ലിജോ കരുത്തി സന്ദേശം നൽകി. വൈകിട്ട് നടന്ന ദിവ്യബലിയിൽ ഫാദർ സ്റ്റേൻ കുടിയൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടന്നു. കൊടകര കളിമൺപാത്ര വ്യവസായ സഹകരണ സംഘവും കൊടകര നേത്രജ്യോതി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. ഡോക്ടർ സാവിയോ, ഒപ്റ്റോമെട്രിസ്റ്റ് ബിൻസി ഫിദ, നിത, സജീവ് കുമാർ, അമൽരാജ് തുടങ്ങിയവർ നേത്രചികിത്സയ്ക്ക് നേതൃത്വം നൽകി.
കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. തുടർച്ചയായി 168ാമത്തെ ക്യാമ്പാണ് ഇവരുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ്. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ പി രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത്, കെ സഞ്ജീവ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന് CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പോർട്ടിംഗ് യോഗം നടത്തി. ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ റിപ്പോർട്ടിംഗ് നടത്തി. മണ്ഡലം സെക്രട്ടറി VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ TK സുധീഷ്, KV വസന്തകുമാർ എന്നിവർ പ്രസംഗിച്ചു. കേരള പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ മെമ്പർഷിപ്പ് വിതരണം നടത്തി. പെരിഞ്ഞനം സെന്ററിൽ ചേർന്ന യോഗത്തിൽ കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം PK സലീം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KC ഗിരീഷ് അധ്യക്ഷനായി. പെരിഞ്ഞനം മേഖലാ സെക്രട്ടറി ബാബു പോളശ്ശേരി, കൊടുങ്ങല്ലൂർ ഏരിയ ട്രഷറർ മുഹമ്മദ് അബ്ദുൾ ഖാദർ, പെരിഞ്ഞനം മേഖലാ പ്രസിഡന്റ് രവി കളപ്പുര, സുജ ശിവരാമൻ, MB പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വയലാർ ഉഴുവത്തുകടവ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. 25 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വയലാർ ടൗൺ ഹാൾ വാർഡുകളിലെ മധ്യഭാഗത്തെ റോഡ് റീടാർ ചെയ്യുന്ന പ്രവൃത്തിയാണിത്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലറും നഗരസഭാ ചെയർപേഴ്സണുമായ TK ഗീത അധ്യക്ഷത വഹിച്ചു. KR ജൈത്രൻ, നഗരസഭാ കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ, മുൻ കൗൺസിലർ TP പ്രഭേഷ്, ബാബു കളത്തേരി എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അങ്കമാലിയിൽ പെൺകുട്ടി ജനിച്ചതിന്റെ പേരിൽ യുവതിയെ മർദ്ദിച്ചതിൽ ഭർത്താവിനെതിരെ കേസ്. പെൺകുഞ്ഞുണ്ടായത് യുവതിയുടെ കുറ്റം കൊണ്ടാണെന്ന് ഭർത്താവ് പറഞ്ഞതായി FIR. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള ദേശീയപാത നിർമ്മാണം. കൊടുങ്ങല്ലൂരിൽ വഴിതെറ്റിയ യാത്രാ സംഘം നിർമ്മാണത്തിലിരിക്കുന്ന ഓവർ ബ്രിഡ്ജിൽ കയറി കുടുങ്ങി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.